ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇടുത്തി പോലെ ആ സാധനം നിങ്ങളുടെ തലയിൽ വന്ന് വീണു ഇല്ലേ? ഈ വർഷത്തെ ക്ലീ 5 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷണർ റിലീസ് ചെയ്തു. ഇടിവെട്ടിയവനെ തലയെ പാമ്പ് കടിച്ച പോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റും ഡിക്ലെയർ ചെയ്തു. മെയ് 14 വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും മെയ് 25 ക്ലീ 5 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും എക്സാം ഷെഡ്യൂൾ ചെയ്തു ഇല്ലേ? വലിയ ഒരു ചതിയായിപ്പോയി. ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ ഓഗസ്റ്റ് വരെ നീണ്ടു പോവില്ലെന്നും ഇത്തവണ കുറച്ച് നേരത്തെ പരീക്ഷ നടക്കുന്നുള്ളൊരു ടോക്സ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നേരത്തെ വിളിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇല്ലേ? വളരെ ഷോർട്ട് നോട്ടീസിൽ വിളിച്ചു, ആപ്ലിക്കേഷനും വിളിച്ചു, ഒപ്പം എക്സാം ഡേറ്റും ഡിക്ലെയർ ചെയ്തു. ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മെയ് ഒക്കെ ആകുമ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ച് ജൂണിലൊക്കെ പരീക്ഷ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് പ്രതീക്ഷ. ബട്ട് നോ വെറീസ്, ഒരു കുഴപ്പമില്ല ഇല്ലേ? ഈ സിറ്റുവേഷൻ ഇതൊരു പ്രഷർ സിറ്റുവേഷനാണ് ഇല്ലേ? ഇതൊരു അഡ്വേഴ്സ് സിറ്റുവേഷനാണ്, ഒരു പ്രഷർ സിറ്റുവേഷനാണ്. ഇത് നിങ്ങളൊരു മെറിറ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഇതൊരു മെറിറ്റായിട്ട് കണ്ടാൽ മതി. സാർ എന്ത് ചെയ്യും സാർ? ഞാൻ ഇന്നലെയാണ് ഞാൻ ജോയിൻ ചെയ്തത് പഠിക്കാൻ സാർ. ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുക. ഇത്രയും പെട്ടെന്ന് വിളിക്കുന്ന പ്രതീക്ഷയില്ല സാർ. എനിക്ക് എന്താ എവിടെന്നാ പഠിക്കേണ്ടതെന്ന് അറിയില്ല സാർ. ഗൈസ്, എനിക്ക് കഴിഞ്ഞൊരു ഏതാനും ദിവസങ്ങളായി ഒരുപാട് ടെൻസ്ഡ് ആയിട്ടുള്ള, ഒരുപാട് വെറീനെസ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക വിഷമം കാണിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ എനിക്ക് കിട്ടി. എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഗൈസ്, ഇതൊരു പ്രശ്നമല്ല. ഓക്കെ, ഇതൊരു പ്രശ്നമല്ല. ഇതൊരു പ്രഷർ സിറ്റുവേഷൻ ആണ്, അദ്ദേഹം സംഭവിച്ചു. ബട്ട് ടേൺ ദിസ് അഡ്വേഴ്സ് സിറ്റുവേഷൻ ഇൻറ്റു എ മെറിറ്റ്. ഓക്കെ, ഈ അഡ്വേഴ്സ് സിറ്റുവേഷൻ ഒരു മെറിറ്റ് ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ കുറച്ച് മെസ്സേജ് എന്ത് ചെയ്യാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് സ്ക്രീനിൽ കാണാം. സാർ, ഞാൻ റിപ്പീറ്ററാണ്, കഴിഞ്ഞ വട്ടം കിട്ടിയില്ല, സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനെന്ന് വെച്ചതായിരുന്നു. പക്ഷേ എനിക്ക് തീരെ പഠിക്കാൻ പറ്റിയില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും മറ്റ് പ്രശ്നം കൊണ്ടും ഇതുവരെ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഞാൻ വിചാരിച്ചു എക്സാം ഓഗസ്റ്റ് ആയിരിക്കും എന്ന കഴിഞ്ഞ വട്ടത്തെ പോലെ. പക്ഷേ ഇപ്പം മെയ്യിൽ ഞാനൊന്നും പഠിച്ചിട്ടുമില്ല, എങ്ങനെ പഠിക്കേണ്ടതെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? 1 ഇയർ പോയി, ഇനി പഠിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ എങ്ങനെ പഠിക്കേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല. കയ്യിൽ കഴിഞ്ഞ ദിവസത്തെ ബ്രിക്സിൻ്റെ ഗൈഡുണ്ട്, പ്ലീസ് ഹെൽപ്പ്. എങ്ങനെ പഠിക്കേണ്ടതെന്നൊരു പ്ലാൻ പറഞ്ഞു തരുമോ? ഓക്കെ, എങ്ങനെ പഠിക്കേണ്ടതെന്നൊരു പ്ലാൻ പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെപ്പറ്റിയാണ്. ഗൈസ്, ഡോണ്ട് വെറി, എനിക്ക് എൻ്റെ ഒരു നോളജ് നിന്നുകൊണ്ടുള്ള എല്ലാ സപ്പോർട്ടും റിസോഴ്സുകളും നിങ്ങൾക്ക് തരാം ഇല്ലേ? ഇത് നമ്മളെ സംബന്ധിച്ചോളം, നിങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അഡ്വേഴ്സ് സിറ്റുവേഷനാണ്. എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണം തരാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് വെറി. ഓക്കെ, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ട് ഇല്ലേ? നമ്മൾ ഒരുപാട് പേര് എൻട്രൻസിൻ്റെ ക്ലീ എൻട്രൻസിനെ പറ്റി കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ട് ഇല്ലേ? എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ അസിസ്റ്റൻസും ഞങ്ങൾ തരും. ഗൈസ്, ഡോണ്ട് വെറി, വെറീസ് ഒന്നും വേണ്ട. ഓക്കെ, ഞാൻ അടുത്തൊരു മെസ്സേജ് നമുക്ക് നോക്കാം. സാർ, ഇനി പഠിച്ചാൽ ഗവൺമെൻറ് കിട്ടുമോ? ഇത്രയും പെട്ടെന്ന് വരുമെന്ന് സാറേ. ഇനിയും പഠിച്ചാൽ ഗവൺമെൻറ് ഡെഫിനറ്റ്ലി കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. മുന്നേ പലരും ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മുന്നേ പലരും ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ 2017 എൻട്രൻസ് എഴുതുന്ന സമയത്ത് ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എൻട്രൻസ് ഞങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വെച്ചൊരു 3 ആഴ്ചക്കുള്ളിൽ എക്സാം നടക്കും. ഓക്കെ, ഡേറ്റ് ഒക്കെ വന്നു, ആപ്ലിക്കേഷൻ കഴിഞ്ഞൊരു 3 ആഴ്ചക്കുള്ളിൽ എക്സാം നടക്കും. ഒരു 3 ആഴ്ചക്ക് മുന്നേക്കാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്തും ഒരാഴ്ച കഴിഞ്ഞ് ഒരു കുട്ടി ഞങ്ങളുടെ കോച്ചിങ് ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ എന്നിട്ട് ആലോചിക്കും, അപ്പം ഞാൻ എൻ്റെ അവസ്ഥ എനിക്ക് അറിയുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ക്ലാസ്സിൽ അന്തം വിട്ടിരിക്കുക. കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ 3-4 മാസമായിട്ട് അവിടെ ഇരുന്ന് സബ്ജക്റ്റൊക്കെ പഠിച്ച് ഫുൾ ക്ലാരിഫൈഡ് ആയി അവർ റിവിഷൻ്റെ അവസാനത്തെ സ്റ്റേജിലാണ്. ഞാനിപ്പോഴും തുടങ്ങുന്നതേ ഉള്ളൂ. സാധനം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് നമുക്ക് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് എന്ത് ആർട്ടിക്കിൾ, നമുക്ക് എന്ത് IPC ഇല്ലേ? എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ആകെ ഒരു എത്തും പിടിയിലാണ്, ഒരു കടലിലകപ്പെട്ട അവസ്ഥയായിരുന്നു. ബട്ട് ഞാൻ അന്ന് അതൊരു പ്രഷർ സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ഇഫ് ഐ ക്യാൻ ടേൺ ഇൻറ്റു എ മെറിറ്റ്, എനിക്കതൊരു മെറിറ്റാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് മൊത്തം എനിക്കത് ആലോചിച്ച് സന്തോഷിക്കാൻ പറ്റും. ഞാൻ അന്ന് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ, യെസ്, എന്നെക്കൊണ്ട് പറ്റും. പിന്നീട് എക്സാമും കഴിഞ്ഞു, നവംബറിൽ അഡ്മിഷനുമായി. അഡ്മിഷൻ ദിവസത്തിൽ ഞാൻ തൃശ്ശൂർ കയറി. അന്നേ ദിവസം എൻ്റെ ഒപ്പം അഡ്മിഷൻ എടുക്കാൻ ആ കുട്ടിയും ഉണ്ടായിരുന്നു. അതായത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ വന്ന, ഏറ്റവും ലേറ്റായിട്ട് ജോയിൻ ചെയ്ത ആ പയ്യനും അന്ന് എൻ്റെ ഒപ്പം ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ അഡ്മിഷൻ എടുക്കാൻ അതേ കോൺഫറൻസ് ഹാളിൽ, തൃശ്ശൂർ ലോ കോളേജിൻ്റെ അതേ കോൺഫറൻസ് ഹാളിൽ പാരൻസിനൊപ്പം
അവനും അഡ്മിഷൻ എടുക്കാനുണ്ടായിരുന്നു. ഇതിന് മുന്നേ ആൾക്കാർ ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അതുപോലെ ഇഷ്ടം പോലെ സ്റ്റോറീസ് നമ്മുടെ ചുറ്റുണ്ട്. സോ എവ്രിതിങ് ഈസ് പോസിബിൾ. എല്ലാം പോസിബിളാണ്. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി. ഒരു ഇന്നത്തെയും കൂടെ കൂട്ടി ഒരു പ്രോപ്പർ 17 days നമ്മുടെ 17 ദിവസം നമ്മുടെ കയ്യിൽ, 17 × 4 ഇത്ര മണിക്കൂറുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇഫ് യു ക്യാൻ ടേൺ, നിങ്ങൾക്ക് ഇത്രയും വരുന്ന സമയം നിങ്ങൾക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ ഇരിക്കും. നവംബർ 1-ാം തീയതി ലോ കോളേജിലെ ക്ലാസ്സുകൾ തുടങ്ങും. ഇത്തവണ കുറച്ച് നേരത്തെ ഉണ്ടാവും, അതുകൊണ്ടാണ് എക്സാം വരെ നേരത്തെ ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ നിങ്ങളൊരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളമോ, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരോ, ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടോ, ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രത്തോ 3 year ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ് റൂമിലായിരിക്കും, അല്ലെങ്കിൽ 5 year ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ് റൂമിലായിരിക്കും. ഒറ്റ ചിന്ത, ഒറ്റ മൈൻഡ് നിങ്ങൾ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ അത് നേടിയെടുക്കും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് ഈ 17 ദിവസമല്ല 6 ദിവസമാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തരും. ഇറ്റ്സ് ഓൾ അബൌട്ട് എ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് പറ്റുമെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തായാലും കയറും. നമ്മൾ വിചാരിക്കുന്നു 17 ദിവസമല്ലേ ഉള്ളൂ, ഈ 17 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, രണ്ടും മൈൻഡ് സെറ്റാണ്. എന്നെ കൊണ്ട് ഈ 17 ദിവസം കൊണ്ട് ഇത് പറ്റുമൊന്നുമില്ല, അയ്യോ ഇത് നടക്കില്ല, ഇത് കുറേ ഉണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പം പോണ പോലെ നോർമലായിട്ട് നിങ്ങൾ ജീവിച്ചു. ബട്ട് ഇഫ് യു ക്യാൻ ടേക്ക് അപ്പ് എ ബീസ്റ്റ് മൈൻഡ് സെറ്റ്, ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മേക്ക് ഓവർ ചെയ്യാം. ഈ 17 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പഠിച്ച് നേടും. ഞാൻ പഠിച്ച് എൻ്റെ ഇഷ്ടപ്പെട്ട ഗവൺമെൻറ് ലോ കോളേജിൽ മെറിറ്റ് സീറ്റ് നേടുമെന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കിയേ. ഗ്രേറ്റ് തിങ്സ് വിൽ ഹാവ് ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് ആലോചിച്ച് സന്തോഷിക്കാൻ ഒരു ഗ്രേറ്റസ്റ്റ് ഫീറ്റ് ആയിരിക്കും അത്, ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇനിയും വരുന്ന ആൾക്കാരോട് പറയാം, ഞാനേ 17 ദിവസം കൊണ്ട് പഠിച്ച് ഗവൺമെൻറ് ലോ കോളേജിൽ കയറിയ വ്യക്തിയാണ്. നിങ്ങൾക്ക് സന്തോഷത്തോടെ, അഭിമാനത്തോടെ, കുറച്ച് അഹങ്കാരത്തോടെ നിങ്ങൾക്ക് പറയാം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് എ മൈൻഡ് സെറ്റ്. ഗൈസ്, ഡോണ്ട് വെറീസ് ഒക്കെ മാറ്റി വെക്കുക. പഠിച്ചോ, നിങ്ങൾക്ക് കിട്ടും. ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് ലോ ഫസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മെസ്സേജ് നോക്കാം. സർ, മെയ് 25-നാണ് എക്സാം. ഇനി മുതൽ പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ അന്ന് ഞാൻ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്ന ആ പയ്യൻ ഇല്ലേ, ഞാൻ ജോയിൻ ചെയ്തതിൽ വിട്ട് ഒരാഴ്ച പിന്നെ, അതായത് അവൻ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 2 ആഴ്ചയുള്ള എക്സാമിന്, 2.5 ആഴ്ച തികച്ച എക്സാമിന് അവൻ പഠിച്ച് കയറിയില്ല. അവൻ പഠിച്ച് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരിൽ കയറി. അവനിപ്പോൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മുന്നേ ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, അന്ന് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്കും പറ്റും. ഗൈസ്, നിങ്ങളെല്ലാവരും എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ആരും തന്നെ മോശമുള്ളവരില്ല, ഇല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ പിന്നോട്ട് വലിക്കും നമ്മുടെ തോട്ട്സ് തന്നെയാണ്. എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കുറേ ഇതുള്ള പറഞ്ഞിട്ടുള്ള പണിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആ മൈൻഡ് സെറ്റും കൊണ്ട് നിങ്ങൾ ജീവിതകാലം മൊത്തം ആ മൈൻഡ് സെറ്റ് കൊണ്ട് എന്നെക്കൊണ്ട് എന്തും പറ്റും, ഞാൻ വിചാരിച്ച് എന്ത് നടത്തിയെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് എല്ലാം നടക്കും. ക്രാക്ക് ചെയ്യാനും പറ്റും. കയറി ഇഷ്ടപ്പെട്ട ഗവൺമെൻറ് ലോ കോളേജ് മെറിറ്റ് സീറ്റിൽ പഠിക്കുകയും ചെയ്യാം. നോ വരീസ്. പിന്നെ നേരത്തെ ഒരു കുട്ടി പറഞ്ഞു, സാർ ഞാൻ റിപ്പീറ്ററാണ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ, അതായത് ഒരു 95% ആൾക്കാരും ഈ ഒരു 3-4 മാസം വരുന്ന ഈ ക്രാഷ് കോഴ്സ് പഠിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ചൊക്കെയാണ് ലോ കോളേജിൽ കയറുന്നത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് 1 വർഷമായിട്ട് പഠിക്കുന്ന ഒരു 5%, ഒരു കുറച്ച് ശതമാനം ആൾക്കാരില്ല. അവരെ സംബന്ധിച്ചുള്ള ഇതൊരു അഡ്വാൻറ്റേജാണ്, ഇല്ലേ? അഡ്വാൻറ്റേജാണ്. 1 വർഷമായിട്ട് പഠിക്കുന്നു, അവർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പീറ്റഡായുള്ള ആൾക്കാർ വെറി ചെയ്യേ വേണ്ട. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി വൃത്തിക്ക് ഈ ദിവസങ്ങളിൽ നിന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. ബാക്കിയുള്ളവർ ഇനി ഈ ക്രാഷിന് ചേർന്ന് ഇപ്പം ഇടുത്തി പോലെ വന്ന് വീടോരും ടെൻഷൻ അടിക്കാൻ. നിങ്ങളെ സംബന്ധിച്ചോളം ഡു ആൻഡ് ഡൈ സിറ്റുവേഷനാണ്, ഇല്ലേ? രണ്ടും കൽപ്പിച്ചങ്ങ് പഠിച്ചോ. രണ്ടും കൽപ്പിച്ച് പഠിച്ചാൽ ഈ റിപ്പീറ്റേഴ്സിനെക്കാട്ടി നിങ്ങൾക്ക് മാർക്ക് മേടിച്ച് നല്ല റാങ്കിൽ കയറാം. ഓക്കെ, ഇത് എപ്പോൾ ജോയിൻ ചെയ്യുന്നു എന്ന് പഠിക്കുന്നതൊന്നും അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ഫിനിഷ്. നിങ്ങൾ ആ ഫിനിഷിംഗ് ലൈൻ എങ്ങനെ ക്രോസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എന്തായാലും കയറാം. അപ്പോൾ 17 ദിവസം, 17 ഗോൾഡൻ ഡേയ്സ്. അപ്പം എഫക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ഒരു കുട്ടി, സാറ് ഈ 17 ദിവസം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും, സാറിന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ, സാർ ഈ 17 ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ച് നേടാൻ പറ്റും? അപ്പം ഞാൻ ഈ 17 ദിവസം
17 ദിവസം ഞാൻ ഒരു 2 ആഴ്ചയും 3 ദിവസം ഇല്ലേ, 17 എന്ന് പറയുമ്പോൾ 2 ആഴ്ചയും 3 ദിവസം. അപ്പം ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ 17 ഡേയ്സിന് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് 1 വീഡിയോ ആണ്. ഓക്കെ, ഫസ്റ്റ് 7 ഡേയ്സിനുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ സെറ്റ് ചെയ്യാം. നിങ്ങൾ ആ ടോപ്പിക്സ് ഒക്കെ പഠിക്കുക. എന്നിട്ട് ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് അടുത്ത 7 ഡേയ്സിനുള്ള ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി റെസ്റ്റ് വരുന്ന 3 ദിവസത്തിനുള്ള ടൈം ടേബിളും ഞാൻ സ്റ്റഡി പ്ലാൻ ഞാൻ സെറ്റ് ചെയ്യാം. നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിച്ചോ, കൃത്യമായിട്ട് പഠിച്ചോ, നിങ്ങൾ എന്തായാലും കയറും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ മെയ് 9 മുതൽ മെയ് 15 വരെയുള്ള സ്റ്റഡി പ്ലാൻ. അത് ഫസ്റ്റ് 7 ഡേയ്സിലേക്കുള്ള ഫസ്റ്റ് 7 ഡേയ്സ് ഭയങ്കര ക്രൂഷ്യലാണ്. ഈ 7 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഇനീഷ്യൽ 7 ഡേയ്സ് അത്ര ക്രൂഷ്യലാണ്. ഇത് നിങ്ങൾ പരമാവധി ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. അതെന്ത് ചെയ്യും, ഒരു ട്രസ്റ്റ് കിട്ടും നിങ്ങൾക്ക് അടുത്ത സെറ്റിലേക്ക്, അടുത്ത സെക്കൻഡ് വീക്കിലേക്ക് അടിപൊളിയായി പഠിക്കാനുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ നമുക്ക് മെയ് 9 to 15 വരെയുള്ള ഫസ്റ്റ് വീക്കിലെ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. യു ഷുഡ് സ്പെൻഡ് 10 hours, 10 മണിക്കൂർ മിനിമം കണക്കാണ്. 10 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ല ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയാൽ മതി ഇല്ലേ. ഒരു 2 ആഴ്ചക്കല്ലേ, 2 ആഴ്ചക്ക് ഉറക്കമൊന്ന് കുറച്ച് ഒരു 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയാൽ മതി. ഓക്കെ, 6 മണിക്കൂർ ബാക്കിയുള്ള ഫങ്ഷൻസും ബാക്കിയുള്ള നൂലുകെട്ടും പാല് കാച്ചും അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ മാറ്റിവെക്കാം. ഈ വർഷം എന്ത് ചെയ്യില്ല, നൂലുകെട്ട് കൂടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത കൊല്ലം ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമുക്ക് കൂടാം ഇല്ലേ. അടുത്ത കൊല്ലം ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിയായിട്ട് പോയി നമുക്കത് കൂടാം നമുക്ക്. സോ നോ വെരീസ്. അപ്പോൾ 10 മണിക്കൂർ മിനിമം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ അത്ര മിനിമം 10 മണിക്കൂർ. ഈ 10 മണിക്കൂർ ഞാൻ എങ്ങനെ ഡെയിലി 10 മണിക്കൂർ കേട്ടോ, ഇത് ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്തിടാം. ഈ 2 മണിക്കൂർ വെച്ച് 4 സബ്ജക്റ്റിന്, അതായത് ലീഗലിന് 2 മണിക്കൂർ, ഇംഗ്ലീഷിന് 2 മണിക്കൂർ, GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് 2 മണിക്കൂർ, മാത്സ് ആൻഡ് ലോജിക്കലിന് 2 മണിക്കൂർ ഇല്ലേ. അപ്പോൾ 4 സബ്ജക്ട്സ് 4 × 2 8 hours. ഓക്കെ, ഇനി 1 hour 1 മണിക്കൂർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം എൻട്രൻസ് ക്രാക്ക് ചെയ്യില്ല. യു ഷുഡ് ബി തറോ വിത്ത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച സാധനം അപ്ലൈ ചെയ്യാൻ പറ്റണം. ആ അപ്ലൈ ചെയ്യണമെങ്കിൽ, അപ്ലൈ ചെയ്യാനുള്ള ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഡു ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് പോയി ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയി ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് ധാരാളം പ്രീവിയസ് പേപ്പറുകൾ ധാരാളം ചോദ്യങ്ങൾ ഞാൻ അപ്പോൾ ഡെയിലി മിനിമം ഒരു 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. അത് പല സബ്ജക്റ്റിൽ നിന്നും, നമ്മുടെ എൻട്രൻസ് സിലബസിലുള്ള പല സബ്ജക്റ്റിൽ നിന്നും ഒരു മിനിമം ഒരു 100 MCQs ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. ഈ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ബുക്കൊക്കെ അടച്ചു വെച്ച് ഒന്ന് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുക, നെഗറ്റീവ് മാത്സ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതൊരു മസിൽ മെമ്മറി ആയിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക. അറിയാത്ത ചോദ്യം ആൻസർ ചെയ്യാണ്ടിരിക്കുക, അറിയാത്ത ചോദ്യം വിട്ടിട്ട് അതെന്ത് ചെയ്യുക, ആ ടൈം കഴിഞ്ഞ് മറച്ച് നോക്കി പഠിക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എൻട്രൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് സബ്ജക്ട് നോളജ് മാത്രമല്ല, വേറെയും കുറച്ച് ഫാക്ടേഴ്സ്, ടൈം മാനേജ്മെൻറ്റ്, നമ്മുടെ സ്കില്ല്, ഇതൊക്കെ അതിൽ ഇറ്റ് വിൽ പ്ലേ. ഓക്കെ, അപ്പോൾ 1 hour, പിന്നെ 1 hour റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്, ലോട്ട്സ് ഓഫ് ഫാക്ട്സ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു കഴിഞ്ഞ് ആ ഡേ അവസാനം കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, അന്ന് പഠിച്ചത് ഒന്നിരുന്ന് റിവൈസ് ചെയ്യണം ഇല്ലേ, ഒന്നിരുന്ന് റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം എണ്ണീച്ച് അടുത്ത ദിവസത്തെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തലേ ദിവസം പഠിച്ച് ഒന്നിരുന്ന് റഫായിട്ടൊന്ന് റിവൈസ് ചെയ്യണം. റിവിഷൻ വളരെ പ്രധാനം. ഇത് സൈക്കിള് പോയാൽ സ്റ്റഡി റിവിഷൻ എന്നുള്ളത് ഒരു സൈക്കിള് പോലെ നടക്കണം. ഓക്കെ, റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കോമ്പറ്റീറ്റീവ് എക്സാമിന് സക്സീഡ് ചെയ്യണമെങ്കിൽ റിവിഷൻ മാറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ ഡെയിലി ഒരു 150 തൊട്ട് 200 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത് മിനിമം ഞങ്ങൾ 150 തൊട്ട് 200 ചോദ്യങ്ങൾ 17 ദിവസമുണ്ട് ഇല്ലേ.
17 ദിവസമുണ്ട്. അപ്പോൾ ഡെയിലി ഒരു 150 തൊട്ട് 200 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് കയറുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ മൈൻഡിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് തലേ ദിവസം നിങ്ങൾ വായിച്ച് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തൊട്ടടുത്ത ദിവസത്തെ നമ്മുടെ മെയിൻ എക്സാമിൻ്റെ പേപ്പറിൽ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ മാർക്ക് കിട്ടിയില്ലേ? ചിലപ്പോൾ ആ എക്സാമിൻ്റെ ഒരാഴ്ച മുൻ നിങ്ങൾ വായിച്ച് പഠിച്ച മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അതേ മെയിൻ എക്സാമിന് കിടക്കുന്നത്. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 100 ചോദ്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളൊരു 150-200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ എന്താ നിങ്ങൾ എന്ത് ഇരുന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഗൈഡുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റഡിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ സബ്ജക്ട് സ്റ്റഡീസിൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒരേപോലെ പോകണം. സബ്ജക്റ്റ് മാത്രം പഠിത്തത്തിൽ ഒതുങ്ങരുത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. സോ കണ്ടല്ലേ, ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ നടക്കണം. എന്നാലാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് എഫക്റ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 hours മിനിമം ഈച്ച് സബ്ജക്റ്റ് 2 hours ഇല്ലേ? 2 hours 8 hours 1 മണിക്കൂർ റിവിഷൻ, 1 മണിക്കൂർ MCQ പ്രാക്ടീസ്. ഇനി നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഈ ഒരു മെയ് 9 മുതൽ മെയ് 15 വരെയുള്ള ദിവസങ്ങളിൽ GKയിൽ നോക്കേണ്ട മെയിൻ ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ചോദിക്കും. GK എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ? വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ചില ഏരിയാസിൻ്റെ ചോദ്യങ്ങൾ ഫ്രീക്വൻസി ഹൈ ആണ്. അപ്പം നമുക്ക് ആ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കുന്നില്ല, അത് പറഞ്ഞുതരാം. അതിന് ഇപ്പോൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കും. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാവുന്നില്ല. അപ്പോൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഫ്രം ജനുവരി ടു ജൂൺ. ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ. ഓക്കെ, ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ. ആദ്യത്തെ 6 മാസത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നാ, വേൾഡ് എയ്ഡ്സ് ഡേ എന്നാ, അങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് അതിൽ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരണം. അപ്പോൾ ജാനുവരി മുതൽ ജൂൺ വരെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകളും അതിനോടൊപ്പം തന്നെ തീമും കൂടെ പഠിക്കാൻ അത്രയും നല്ലത്. കാരണം എല്ലാ വർഷവും ഇപ്പോൾ ഓരോ വർഷം ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഡേക്ക് ഒരു തീം ഉണ്ടാവും. അപ്പോൾ ആ തീം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ജാനുവരി 2025 മുതൽ ഏപ്രിൽ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ച് എളുപ്പമുള്ള പണിയായിരിക്കും. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ജാനുവരി 2025 മുതൽ ഏപ്രിൽ. പിന്നെ ഇൻ്റർനാഷണൽ ബോഡീസിനെ പറ്റി പഠിക്കുക. അതിൽ തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് യുണൈറ്റഡ് നേഷൻസിന് ഒരു ജുഡീഷ്യൽ ബോഡി ഉണ്ട്, കോടതിയുണ്ട്, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മുടെ ലോ എൻട്രൻസ് ആണ് സ്ഥിരമായിട്ട് ICJ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇന്റർനാഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ UN മാത്രം ഇഷ്ടംപോലെ ഇന്റർനാഷണൽ ബോഡീസ് ഉണ്ട്. ആംനസ്റ്റി ഉണ്ട്, നമ്മുടെ നേറ്റോ, അങ്ങനത്തെ ഒരുപാട് സാർക്ക്, ആസിയാൻ, അങ്ങനെ ഒരു എണ്ണം പറഞ്ഞ G7, അങ്ങനെ എണ്ണം പറഞ്ഞ ഇന്റർനാഷണൽ ബോഡീസ് ഉണ്ട്. അപ്പോൾ ആ ഇന്റർനാഷണൽ ബോഡീസ് ഏതൊക്കെയാ? ഓക്കെ, അതിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസ് സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുണ്ട്. യുണൈറ്റഡ് നേഷൻസ് തന്നെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. പിന്നെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പരമാവധി പഠിക്കുക. പ്രധാനമായിട്ട് പ്ലാനറ്റ്സ്, അതിൻ്റെ നിക്നെയിംസ്. ഇപ്പോൾ റെഡ് പ്ലാനറ്റ് ഏതാ, ഗ്രീൻ പ്ലാനറ്റ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നില്ല. പിന്നെ സോളാർ സിസ്റ്റം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പം നാസ, ISRO ഇവർ നടത്തിയ സ്പേസ് ഡെവലപ്മെൻറ്റ്സ്, എന്തെങ്കിലും പുതിയ സാറ്റലൈറ്റുകൾ വിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പേസ് ഡെവലപ്മെൻറ്റ്സ്, ലാൻഡ്മാർക്ക് ആയിട്ടുള്ള സ്പേസ് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം എക്സാം സ്ഥിരം ചോദിക്കാം. പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ്. ഇന്ത്യൻ സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റലും. ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്. ഒരു 6 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിന് അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം. പിന്നെ സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ നിക്നെയിംസ്. ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇപ്പം സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ ഇല്ലേ, ആപ്പിൾ സ്റ്റേറ്റ്, മിനറൽ സ്റ്റേറ്റ്, അങ്ങനെ സ്റ്റേറ്റുകൾ അതിൻ്റെ നിക്നെയിംസ് വളരെ പ്രധാനപ്പെട്ട. പിന്നെ ബ്രാഞ്ചസ് ഓഫ് ബയോളജി, സ്റ്റഡി ഓഫ് ട്രീസ്, ഇപ്പോൾ സ്റ്റഡി ഓഫ് ഫ്ലാഗ്സ്, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, അങ്ങനെ കുറേ ഓളജികളുണ്ട്. സുവോളജി, ബോട്ടണി, ഡെൻഡ്രോളജി, അങ്ങനെ കുറേ ഓളജികളുണ്ട്. ആ ബ്രാഞ്ചസ് ഓഫ് ബയോളജി പഠിച്ചു വയ്ക്കുക. അത് നമ്മുടെ ഇംഗ്ലീഷിലും ചോദിക്കും. ഇംഗ്ലീഷിൽ 1 word സബ്സ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ ലോജിക്കലിലും അത് ചോദിക്കും, നമ്മുടെ GKയിലും അത് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ ഇൻവെൻഷൻസ്, പ്രധാനപ്പെട്ട ഇൻവെൻഷൻസും അത് ആരാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അത് ജനറൽ സയൻസ് ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് അവാർഡ്സ്, അതിൻ്റെ റീസെൻറ്റ് റെസിപ്പിയൻസ്, പ്രധാനമായിട്ട് നോബൽ പ്രൈസാണ്.
അവാർഡ്സ് പലതരമുണ്ട്. സ്പോർട്സ് അവാർഡ്സ് ഉണ്ട്, ലിറ്റററി അവാർഡ്സ് ഉണ്ട്, ഫിലിം അവാർഡ്സ് ഉണ്ട്, ഇല്ലേ? പലതരമുള്ള അവാർഡ്സ് ഉണ്ട്. ഇപ്പം സയൻറ്റിഫിക് ഏരിയയിൽ കൊടുക്കുന്ന അവാർഡ്സ് ഇപ്പം അതിലേറ്റവും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നൊബേൽ പ്രൈസാണ്. നൊബേൽ പ്രൈസ്. പിന്നെ ഓരോ അവാർഡുകളുടെയും ഇപ്പം ആരാണ് ഈ അടുത്ത എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ റെസിപ്പിയൻസ്, അത് റിസീവ് ചെയ്ത ആൾക്കാർ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പഠിക്കണം. അക്കാദമി അവാർഡ്സ്, ബാഫ്ത, ഓക്കെ, അങ്ങനത്തെ പ്രധാനപ്പെട്ട റീനാണ് നോബൽ പ്രൈസ്, എബേൽ പ്രൈസ്, എഴുത്തച്ഛൻ, അങ്ങനത്തെ ഒരുപാട് സ്പോർട്സ് അവാർഡ്സ് ഉണ്ട്. ഇപ്പം ധ്യാൻചന്ദ് അവാർഡ്, അതുപോലെ തന്നെ അങ്ങനത്തെ ഭാരതരത്ന, മറ്റേ പിന്നെ അതുപോലെ ഗാലണ്ടറി ആയിട്ടുള്ള അവാർഡ്സ്, പരംവീർ ചക്ര, അങ്ങനത്തെ ഉള്ള അവാർഡ്സ് ആയിട്ടുള്ള ബന്ധം. അവാർഡ്സ് എല്ലാം പഠിക്കണം. സ്പോർട്സ് അവാർഡ്സ്, ലിറ്റററി അവാർഡ്സ്, നമ്മൾ ഗാലണ്ടറി അവാർഡ്സ്, ഇല്ലേ? പലതരം അവാർഡ്സ് ഉണ്ട്. ഫിലിം കൊടുക്കുന്ന ഭാഗത്ത് കൊടുക്കുന്ന അവാർഡ്സ്, അങ്ങനത്തെ ഉള്ള അവാർഡ്സ് എല്ലാം അതിൻ്റെ ഫാക്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നോബൽ പ്രൈസ്. നമ്മുടെ നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ഈ നൊബേൽ പ്രൈസ് അടുത്തെപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരെ റിസീവ് ചെയ്തത് പഠിക്കണം. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ഈവൻസ്, അതിൻ്റെ വെന്യൂ, വിന്നേഴ്സ്, റെക്കോർഡ്സ്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്പോർട്സ് ഈവൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെന്യൂ എവിടെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ ഏതെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിൽ കഴിഞ്ഞ ഏതെങ്കിലും സ്പോർട്സിൻ്റെ അതിൻ്റെ വിന്നേഴ്സ് ആരാണ്. പിന്നെ കഴിഞ്ഞ വർഷം മറ്റേ T20 വേൾഡ് കപ്പിൻ്റെ കഴിഞ്ഞ വർഷമാണ് T20 വേൾഡ് കപ്പ് നടന്നത്, മെൻസ് T20 വേൾഡ് കപ്പ്. അതിലെ റണ്ണേഴ്സ് അപ്പോൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നര വർഷം 2024 ജാനുവരി മുതൽ ഈ ഒരു വർഷം ഒരു ഏപ്രിൽ മെയ് വരെയുള്ള പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റ്സ്, അതാരാ ജയിച്ചത്, പിന്നെ അതുപോലെ അതിൻ്റെ റണ്ണേഴ്സ് അപ്പം ആരാ, അതിൽ ഏത് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കി വയ്ക്കണം. പിന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, സ്ഥിരമായി ചോദ്യം വരുന്ന സ്ഥലം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, അതിൽ തന്നെ പ്രധാനപ്പെട്ട വർഷങ്ങൾ. ഓക്കെ. നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രം സ്ഥിരമായിട്ട് 1-2 ചോദ്യം എന്തായാലും കിട്ടും. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത് കടൽ പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അതിൽ നിങ്ങളെങ്കിൽ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. പിന്നെ വൈസ് റോയ്സ്, ഗവർണർ ജനറൽസ്, ഇപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് ലോൺ കോഡ്വാലിസ്, ഓക്കെ, അങ്ങനത്തെ കുറേ വൈസ് റോയ്സും ഗവർണർ ജനറൽ അവരുടെ റിഫോംസ് അതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ റിവേഴ്സ് ആൻഡ് ഡാംസ് സ്ഥിരമായിട്ട് ചോദ്യം വരിക. റിവേഴ്സ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നൊരു ഭാഗം. ഇപ്പോൾ ഈ റിവറിന് കുറുകിയുള്ള ഡാം, ഇപ്പോൾ ആൽമാട്ടി ഡാം ഏത് റിവറിന് കുറുകിയാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ. അപ്പോൾ കുറച്ച് വാസ്റ്റാണ്, വേറെ വഴിയില്ല. ബിക്കോസ് വി ഹാവ് എ ഷോർട്ട് ടൈം പീരീഡ്. നമുക്ക് വലിയൊരു ഗോൾ നേടിയെടുക്കാനുള്ളതാണ്. സോ നമുക്ക് സിമ്പിളായിട്ട് ഇരുന്ന് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക്. ഓക്കെ. പിന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ഏറ്റവും കൂടുതൽ 42 ചോദ്യങ്ങളാണ് ലീഗലിൽ നിന്ന് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിനാണ്. ഗ്രേറ്റർ മാർക്കും വരുന്നത് ലീഗലിൽ നിന്നാണ്. ഓക്കെ. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പഠിക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ധാരാളം ചോദ്യങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. MCQs എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞില്ല കിട്ടണമെന്നില്ല, ബട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചില ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, ചില മെയിൻ ടോപ്പിക്സ്. അത് നിങ്ങൾ എന്തായാലും അത് ഫസ്റ്റ് തന്നെ പഠിച്ചിരിക്കണം. അതിൽ ഏതൊക്കെയാണ്? ഇന്ത്യൻ ജുഡീഷ്യറി, നമ്മൾ ലോ എൻട്രൻസ് ആയി എഴുതുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അങ്ങനത്തെ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ അതുമായി ബന്ധപ്പെട്ട. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്ഥിരമായിട്ട് ചോദ്യം വരും. ഫണ്ടമെന്റൽ റൈറ്റ്സ് 12 to 35 ആർട്ടിക്കിളിൽ വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്. പിന്നെ പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇവരുൾപ്പെടുന്ന പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫാക്റ്റുകളും പഠിച്ചു വയ്ക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇലക്ഷൻ കമ്മീഷൻ, UPSC, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി. അപ്പോൾ ഇതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്. ഇത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് ഈ ടോപ്പിക്സ് എന്തെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി പഠിച്ചാൽ മതി. പിന്നെ IPC ആൻഡ് BNS നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏതാ പഠിക്കേണ്ടതെന്നുള്ള ക്ലാരിഫിക്കേഷൻ ഇല്ല, പുതിയത് പഠിക്കണോ പഴയത് പഠിക്കണോ. അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്ത് രണ്ടും പഠിക്കാം. ഈ IPC ആൻഡ് BNS പ്രധാനപ്പെട്ട സെക്ഷൻസിനെ പറ്റി വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് കഴിഞ്ഞ പ്രാവശ്യം 3 ഇയറിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മെയിൻ സബ്ജക്റ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ തവണ ഏകദേശം 60 മാർക്കിൻ്റെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ 3 ഇയറിലും 5 ഇയറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ലീഗലായി ബന്ധപ്പെട്ടുള്ള GKകൾ. ഓക്കെ. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി, അങ്ങനത്തെ കുറേ ലീഗലായി ബന്ധപ്പെട്ടുള്ള GKകളുണ്ട്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ്, പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ്. ഓക്കെ. ഇപ്പോൾ 377 ക്രിമിനാലിറ്റി എടുത്ത് കളഞ്ഞ കേസ് ഏതാണ്, അങ്ങനത്തെ കുറേ ലാൻഡ്മാർക്ക് കേസ്, അത് നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട പ്രിപ്പോസിഷൻസ്.
പ്രിപ്പോസിഷൻ ഒരു 4 ചോദ്യം എന്തായാലും പ്രിപ്പോസിഷൻ കിട്ടും ഇല്ലേ, ഒരു 12 മാർക്ക് ആ പ്രിപ്പോസിഷൻ പഠിക്കുക. പിന്നെ ഒരു 100-200 മിനിമം കണക്ക് കൺഫ്യൂസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്പെല്ലിങ്സ് പഠിക്കാൻ. ഡിക്ഷണറി മറക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് സ്പെല്ലിംഗ് ഓർത്തെടുക്കാൻ പറ്റാത്ത വേർഡ്സ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്തെടുത്ത് എന്ത് ചെയ്യുക, പിക്ക് ചെയ്തെടുത്ത് നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ പഠിക്കുക. ഒരു 100-200 കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് ഉള്ളതാകും. പിന്നെ ആൻറ്റണിംസ്, സിനോണിംസ്. ആൻറ്റണിംസ്, സിനോണിംസ് ഒരുപാട് എണ്ണം ഉണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പഠിക്കാം അല്ലേ. ഡെയിലി ഒരു 10-20 എണ്ണമൊക്കെ വെച്ച് ഡെയിലി പഠിക്കുന്നത് കുഴപ്പമില്ലേ. ഡെയിലി അങ്ങനെ ഒരു 7 ദിവസം ആകുമ്പോൾ ഏകദേശം 140 ആൻറ്റോണിംസ്, സിനോണിംസ് ആയി ഇല്ലേ. ഓക്കെ, അപ്പോൾ പറ്റുന്നത്ര നിങ്ങൾ പഠിക്കുക. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അത് നിങ്ങൾ പഠിക്കുക. അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അതും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോകുക. ഓക്കെ, പിന്നെ അടുത്തത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, പിന്നെ അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ അതുപോലെ തന്നെ വർക്ക് ആൻഡ് ടൈം, ഡയറക്ഷൻ ടെസ്റ്റ്. ഒരാളും തന്നെ മാത്സ് വിട്ടേക്കരുത്. മാത്സ് കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്യണം, ഇനി അതിന് സമയമില്ല അതുകൊണ്ട് പഠിക്കുന്നില്ല എന്നുപോലെ ആരും അതിബുദ്ധി ഒന്നും കാണിച്ചേക്കരുത്. 45 മാർക്സാണ് മാത്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ആ 45 മാർക്സ് വളരെ വാല്യുബിളാണ്. പ്രത്യേകിച്ച് അറ്റ് ദിസ് സർക്കംസ്റ്റാൻസസ് 45 മാർക്സ് ഈസ് വെരി മച്ച് വാല്യുബിൾ. അപ്പോൾ മാത്സ് ആരും പഠിക്കേണ്ട, സിമ്പിൾ ചോദ്യങ്ങളെ വരികയുള്ളൂ. നമ്മളൊന്ന് ഇരുന്ന് പഠിക്കാനുള്ള ശ്രമം മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഫസ്റ്റ് 7 ഡേയ്സ്, അതായത് മെയ് 9 മുതൽ 15 വരെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യാം. എന്നാൽ അത് കഴിഞ്ഞ് അതിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റഡി പ്ലാനിൽ ഞാൻ അടുത്ത സെറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് പേടിക്കേണ്ട, ഒരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ഇറ്റ്സ് എങ്ങനെ നിങ്ങൾ ഈ ഇനീഷ്യൽ 7 ഡേയ്സ്, ഈ ഇനീഷ്യൽ ഡേയ്സ് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനീഷ്യൽ ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. എന്നെ കൊണ്ടിത് പറ്റും എന്നുള്ളൊരിത് വരും. സോ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, ട്രസ്റ്റ് ഇൻ യുവർ എബിലിറ്റീസ് ആൻഡ് വർക്ക് ഫോർ ഗ്രേറ്റർ തിങ്സ് ഇല്ലേ. ഡ്രീം ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രേറ്റർ ആയിട്ട് കാര്യങ്ങൾ കിട്ടുക. സോ ബി എ ഡ്രീമർ ആൻഡ് ബി എ ഹാർഡ് വർക്കർ. ഓക്കെ, സോ ഗൈസ് ബെസ്റ്റ് വിഷസ്. ഞാൻ നിങ്ങളുടെ ഒപ്പം ഫുൾ സപ്പോർട്ടായി നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാവിധ ഡയറക്ഷൻസും കാര്യങ്ങളും ഞാൻ തരാം. അതുപോലെ തന്നെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനൽ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് വിഷസ്.